പിന്നെ കല്യാണം, അത് വലിയൊരു കഥയാണ്. കല്യാണത്തിൻ്റെ കഥ. ഞാൻ എടുത്തൊരു ഡ്രസ്സ് ഉണ്ട്, കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, ഗോൾഡ് ഷർട്ട് ധോത്തി. ആ ഷർട്ട് ഞാൻ ജസ്റ്റ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടൈലർ ഷോപ്പിൽ കൊടുത്തു. അവർ നേരെ കൊപ്പത്തേക്ക് വിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ. രാവിലെ 7 മണിക്ക് നീച്ചിട്ട് അവർ വിളിക്കുമ്പോൾ ഷർട്ട് കാണാനില്ല. ഷർട്ട് കൊപ്പത്തിൽ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ഒന്ന് ഷാദ്, ഒന്ന് അർഷി. വിളിച്ച് 1 മണിക്കൂർ കൊണ്ട് പോയി സാധനം ഇട്ട് വന്നു. അതുകൊണ്ടാണ് ഷർട്ട് കിട്ടി. അല്ലെങ്കിൽ ആ ഷർട്ടിൻ്റെ അവർ വേറെ ഏതെങ്കിലും ഇട്ടിട്ട് നടക്കേണ്ടി വരും. ഈ മിസ്റ്റേക്ക് എങ്ങനെ ഉണ്ടായിരുന്നത്, നമ്മളെ കൊടുക്കണ ഗൗരവമുണ്ട്. നമുക്ക് ഇന്ന ദിവസം ഇന്ന സംഗതിക്ക് എന്താ കേസാണ്, അപ്പോൾ അവരാ ഗൗരവത്തിലെടുക്കും. ഞങ്ങൾ ആദ്യം കണ്ടത് ഷുഹൈൽക്കാക്ക ഉറങ്ങി കിടക്കിയിരുന്നു. അപ്പോൾ കാക്ക ഫോൺ ഇങ്ങനെ നേരെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഷുഹൈൽക്കാക്കാൻ്റെ കൈ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ താത്താനെ നോക്കുമ്പോൾ താത്ത ചിരിച്ചിട്ട് അങ്ങനെ ഷോൽക്കാക്ക താത്താനെ ഇങ്ങനെ കടയിലേക്ക് വിളിച്ചിരുന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ താത്താക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പിറ്റേസ് ഉമ്മാനോടും ഉപ്പാനോടൊക്കെ പറഞ്ഞു. അവരുടെ അടുത്ത് നേരത്തെ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഫോൺ വരലുണ്ട്. കുട്ടിയെന്ന് അറിയില്ല, സാറൊക്കെ അറിയാം ആരോ ഉണ്ട്, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്ന്, അല്ലാതെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം അവിടെ ഒരു ഉച്ച സമയത്ത് ഞാൻ വർക്കിലായിരുന്നു വിളിക്കുന്നത്. ഞാൻ അങ്ങനെ വിവരം അറിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പക്ഷേ എന്താണ് സംഭവം, നീ എന്നോട് എന്തെങ്കിലും മറിച്ച് നോക്കണ്ടോ ചോദിച്ചു. അപ്പോൾ ഉപ്പാക്ക് പെട്ടെന്ന് എൻ്റെ സൗണ്ട് കേട്ടാലും മനസ്സിലാവും ഉണ്ട് സംഭവമുണ്ട്, ഞാൻ ഇല്ലാതെ പറഞ്ഞിട്ടോ. നീ ഏതൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ. അപ്പം ഇനി അവിടെ നിന്ന് പോകണം പറയാൻ പറ്റില്ല. മറിച്ച് നോക്കാൻ അങ്ങനെ ഒരാളുണ്ട്, മരിക്കും പറ്റിയാണ് വീട്. ഓക്കെ, അവിടെ നിന്ന് ഒരു കട്ടാക്കി 3 ദിവസമായി, 3 ദിവസം പിന്നെ വിളിച്ചിട്ടില്ല. ആസ് യൂഷ്വലി എല്ലാ പാരൻസും പറയുമല്ലോ ലവ് മാരേജ് ഈസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറേഞ്ച്ഡേ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ ഇപ്പനോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ ഉപ്പായിരുന്നു. ഞാൻ വിചാരിച്ചതല്ല എൻ്റെ ഉപ്പ, കാരണം മാറ്റി ഇപ്പം ആകെ ഒരു വർത്താനം പറഞ്ഞിട്ടുള്ളൂ എന്നോട്, ആകെ ഒറ്റ ടോക്കൻ. എനിക്ക് വിശ്വാസമുണ്ടോ കിട്ടിക്കോ. അങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഒരേ ഇഷ്ടമല്ലേ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും. ഷോയലിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, ഷോയൽ ഇപ്പം എനിക്ക് 4 മക്കളാണ്. അതിൽ മൂത്താൾ ഷോയൽ. മാരേജ് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മക്കളുണ്ടായിട്ടുള്ളത്. ഞാൻ സ്ഥലത്തില്ല ആ സമയത്ത്, ഞാൻ ഗൾഫിൽ ഒരു മഗ്‌രിബിൻ്റെ സമയത്തോടു കൂടിയിട്ടാണ് ഞാൻ അറിയുന്നത്, ഇങ്ങനെ പ്രസവിച്ച വിവരങ്ങൾ അറിയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയല്ല നമുക്ക് മക്കളുണ്ടാകുന്ന. അതും ഞങ്ങളൊരു കാത്തിരിപ്പിന് ശേഷമാണ്, ഒരു 5 വർഷത്തിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷമാണ് ഷോയിൽ ഉണ്ടായിട്ടുള്ളത്. അന്ന് എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം കൂടുമ്പോൾ ഒരു റോള് ഫിലിം വർത്താനം പറഞ്ഞിട്ടുള്ള അങ്ങനെ കൊടുത്തയച്ച് അങ്ങനെ. പിന്നെ കുട്ടി കമ്മിഴ്ന്ന് കിടക്കുമ്പോൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്തയച്ചു. കമ്മിഴ്ന്ന് നടന്നിട്ടില്ല, ഫസ്റ്റ് അങ്ങനെയല്ലല്ലോ, വീട്ടിൽ നിന്നല്ലേ എടുക്കുക, വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് റോൾ ഫിലിം. പോസ്റ്റ്മാനെ കാത്തിരിക്കല്, ലെറ്റർ വരിക, അങ്ങനൊക്കെ ഈ ഫോട്ടോ ആദ്യമായിട്ട് ഷോയിലിനെ ഞാൻ പ്രസവിക്കുമ്പോൾ ഞാൻ ഗൾഫിലാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അയച്ചെന്ന ഫോട്ടോ ഇതാണ്. ഈ ഒരു 2 ഫോട്ടോസാണ് ഫസ്റ്റ് അയച്ചത്. ഷോയിലിൻ്റെ മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായത്, എനിക്ക് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ അവിടെ ഹോട്ടലിൽ റിസപ്ഷനിൽ ഞങ്ങൾ കയറി നിന്ന് എസ്കലേറ്ററിൽ കയറാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന് എസ്കലേറ്റർ വേണം റിസപ്ഷനിൽ കയറാൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അവരുടെ കൈ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടോ റൗണ്ട് അടിച്ച് പോയി. ഒരു 10-500 റൂമുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. നമ്മൾ എവിടെ പോയി തരും, ഇവനെ കാണാനില്ല. അന്ന് 3.5 വയസ്സോ 4 വയസ്സോ ഉണ്ടാവുള്ളൂ. വീട്ടുകാരൊക്കെ വേജാറാ. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി അറിയില്ല എനിക്ക്. ഈ സമയത്ത് ആളെ കാണാനില്ല. ഞങ്ങൾ ആ ഒരു ബിൽഡിങ്ങിൽ ഒരു 1/4 ഭാഗം, ഒരു 10-200 റൂം ഞങ്ങൾ തിരഞ്ഞിട്ടുണ്ടാവും. ആളെ കാണാനില്ല. ആളെന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ നേരെ എസ്കലേറ്റർ നേരെ ഇറങ്ങിയിട്ട് നേരെ അറമിലേക്ക് നടന്നിരിക്കുക. ഞാൻ എത്തിപ്പോയത് ഒരു പോലീസിൻ്റെ അടുത്താണ്. എന്നിട്ട് ഇത് പോലീസുകാർ കണ്ടിട്ട് പോലീസുകാർ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് നമുക്ക് തിരഞ്ഞെടുത്ത് കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു പിന്നെ നമ്മളെ മലയാളീസിനെ അവർ പെട്ടെന്ന് കണ്ടാലേ അറിയാം അവർക്ക്. അവനും പിന്നെ അതേമാതിരി തോപ്പ കിട്ടിയിരുന്നത്. ആ പോലീസിന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു പഴം തന്നത്. ആ പഴം കഴിച്ച് അങ്ങനെ അവർ പിന്നെ പോലീസ് ജീപ്പിലാണ് ഇവനെ കൊണ്ടുവരുന്നത്.
3.5 വയസ്സിൽ ആ സമയത്ത് ഇവൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി ഒരു കുട്ടി ഒറ്റയ്ക്ക് നടന്നു വരുന്നപ്പോൾ ഇവർ പിടിച്ചിരുത്തിയിട്ട് പോലീസ് ജീപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഹാൻഡ് ചെയ്തു. എനിക്ക് എൻ്റെ ഒരു മോനെ ഉപരി എൻ്റെ ഒരു ഫ്രണ്ട്സും എനിക്കൊരു ബലം അവിടെ ഉണ്ടെങ്കിൽ. ഹീ സോ സപ്പോർട്ടീവ്. കാരണം ഞാൻ ആസ് എ ഫാദറായിട്ടില്ല, ആസ് എ ബ്രദറുമായിട്ട് ഞാൻ കണ്ടിരിക്കണം എൻ്റെ ഫാദറായിട്ട്. കാരണം ഇല്ലാതെ ഓപ്പണായിട്ടും എല്ലാ കാര്യങ്ങളും ടീച്ചർ നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ടൊക്കെ പിന്നെ കുറേ കാര്യത്തിൽ സഹായിച്ചിട്ടുമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അവനെ പറ്റിയിട്ട് ഭയങ്കര അഭിമാനമാണ്. അതായത് എൻ്റെ മോനിലുപരി എൻ്റെ സുഹൃത്തുക്കളും അവൻ്റെയും കൂടി സുഹൃത്തുക്കളാണ്. അത് സൗദി അറേബ്യയിലാവുമ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ അവിടുത്തെ സുഹൃത്തുക്കളാണ് അവൻ്റെയും കൂടി സുഹൃത്തുക്കളാണ്. പിന്നെ ഷുഹൈലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അവനെ BBAക്ക് വേണ്ടി MBA എടുക്കാൻ വേണ്ടി UK പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ അവനോടൊരു വാക്ക് പറഞ്ഞിരുന്നു, മോനെ ഇവിടുന്ന് പോകണുണ്ട്, ഇവിടുന്ന് പല കുട്ടികളും പോയിട്ട് അവിടെ പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപ്പാനോടും ഉമ്മാനോടും പൈസ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുക. എനിക്കിപ്പോൾ അവനക്ക് കൊടുക്കാനുള്ള അതായത് സാമ്പത്തികമായാണെങ്കിലും ശരി എന്താണെങ്കിലും എനിക്ക് ഇവിടുന്ന് ഇപ്പം ചെയ്യാൻ പറ്റും. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ആ അവനോട് പറഞ്ഞു 6 മാസത്തെ കോഴ്സിനുള്ള പൈസ ഞാൻ ഇവിടുന്ന് അയക്കും, 6 മാസത്തെ ഹോസ്റ്റൽ ഫീസ് അയക്കും. അവൻ അത് കറക്റ്റായിട്ട് ഞാൻ പോകുമ്പോൾ അവൻ്റെ അടുത്ത് ഒരു $300 കൊടുത്തിട്ടുള്ള ആകെ. ആ $300 നാളെ അവിടെ ഇറങ്ങിയിട്ട് ടാക്സിക്ക് തന്നെ അവിടുന്ന് അവനക്ക് വഴി അറിയാതെ അവനെ ചീറ്റിങ് ചെയ്തെന്നറിയില്ല 200 സംതിങ് ഒറ്റ ടാക്സിക്ക് തന്നെ കൊടുത്തിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് അറിയുന്നില്ല. നമുക്ക് എൻ്റെ മനസ്സിൽ $300 ഉണ്ടല്ലോ അവൻ്റെ കയ്യിൽ നിന്നുള്ള വിചാരമാണ്. അവൻ അവിടുന്ന് അവൻ സ്വയം ജോലി പഠിക്കണമുണ്ട്, അവിടെ ജോലി കണ്ടുപിടിച്ചു. അങ്ങനെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ സ്വയം എന്നെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു രൂപ പോലും പിന്നെ അയക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അവൻ 1 വർഷം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പറയുന്നത്, പെട്ടെന്ന് ഒരു രാത്രി റൂമിൽ നിന്ന് പുറത്താക്കി പാർക്കിൽ പോയി കടന്നിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ആ ഒരു ഷുഹൈലിനായിരിക്കണം എന്നുള്ള ചിന്താഗതിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ആക്ച്വലി ഷുഹു എൻ്റെ സീനിയറിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. ഓൾ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ഹായ് ആൻഡ് എൻഡ് വിത്ത് നിക്കാഹ്, കല്യാണം. ലവ് മാരേജ് ഇൻ ദ സെൻസ് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉപ്പാനോട് വന്ന് ചോദിച്ചു. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രപ്പോസൽ ത്രൂ ചാറ്റ്, അത് തന്നെ. ലവ് മാരേജ്, അറേഞ്ച് മാരേജ്, അതിൽ ഡിബേറ്റ് ഉണ്ടായിരുന്നു. പറയുമ്പോൾ ആൾക്ക് ഇഷ്ടം അറേഞ്ച് മാരേജ്, എനിക്കിഷ്ടം ലവ് മാരേജ്. അങ്ങനെ സംസാരിച്ച് ലാസ്റ്റ് ഞാൻ ലവ് മാരേജ് നല്ലത് പറഞ്ഞു. അറൗണ്ട് 4 and 5 months ആയപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചൊരു മെസ്സേജ് വന്ന് ഇഷ്ടമാണെന്ന്. അപ്പോൾ അതാണ് സംഭവം. കാരണം ഈച്ച് അതർ എല്ലാവർക്കും മനസ്സിലാവും അവരവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ. ആളാദ്യം പറഞ്ഞു ഇപ്പാനും ഉമ്മാനും കണ്ടുപിടിക്കുന്ന ചെക്കനാണ് കല്യാണം കഴിക്കുള്ളൂ. കാരണം എല്ലാ ലവ് മാരേജസിലും, മിക്ക ലവ് മാരേജസിലും നമ്മളെ കണ്ടിട്ടുണ്ടാവും. മീൻസ് ഫുൾ വീട്ടുകാരനെ വിഷമിപ്പിച്ച് പുറത്തേക്ക് പോകണു, സങ്കടപ്പെടുന്നു, അടി പീടി. ഞാൻ ഫസ്റ്റ് തന്നെ ലവ് മാരേജിനോട് എതിർക്കാനേ കാരണം അതാ. നമ്മൾ നോക്കി വളർത്തപ്പിമാക്കും വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആളാ പ്രോമിസ് കീപ്പും ചെയ്തിട്ടുണ്ട്, ഇതുവരെയും കീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കണു, ഞാൻ ആ പാട്ടിൽ സാരിയിൽ ഇങ്ങനെ നടന്നു വരുന്നു. മനസ്സിൽ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷം പറഞ്ഞു, എനിക്ക് സങ്കടം പറഞ്ഞ അങ്ങനത്തെ അല്ല, വിഷമല്ല, സന്തോഷിച്ചൊരു വിഷമമില്ല. സന്തോഷം ഇൻ ദ സെൻസ്, ഇപ്പോൾ ലവ് മാരേജ് ആണ് കുറേ പേർക്കൊന്നും അറിയില്ലെങ്കിലും ഈ അറിയുന്ന ആൾക്കാർ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് നടക്കില്ല, വെറുതെ നിങ്ങൾ തമ്മിൽ ഏജ് ഗ്യാപ്പ് അധികമില്ല, അങ്ങനെയാണ് അടുത്താണ് വീട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറേ പേര് ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡീമോട്ടിവേറ്റ് ചെയ്തൊരു ആ മണ്ഡലത്തിൽ നിൽക്കെ ഞാനങ്ങനെ നടന്ന് ഷൂവിൻ്റെ അടുത്തേക്ക് പോണു, ഷൂനിക്ക് അവിടെ നിന്ന് ഹായ് കാണിക്കണു. അതൊക്കെ ഒരു സാധാരണ ഒരു കല്യാണത്തിന് പെണ്ണ് സങ്കടപ്പെടുക, ആണ് സന്തോഷിക്കുക. ഇത് നേരെ തിരിച്ചായി, പെണ്ണ് ഒരേ സന്തോഷം, ആണ് നല്ല സങ്കടത്തിൽ. കാരണം ആ ഒരു അച്ചീവ്മെന്റ്
അത് നല്ലൊരു അച്ചീവ്മെന്റ്. എന്നെക്കാട്ടിലും കൂടുതൽ ഈ ഒരു മാരേജിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് ഷു തന്നെ. കാരണം ആള് ഡിഗ്രി കഴിഞ്ഞു, എന്നെ കെട്ടാൻ വേണ്ടി വേഗം UK പോകുന്നു, പണി സെറ്റാക്കുന്നു. എൻഗേജ്മെന്റ് ഓൺലൈൻ ത്രൂ ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത്രയും നമ്മൾ കാത്തിരുന്ന മൊമെന്റ് ഓൺലൈൻ ത്രൂ ആക്കിയിട്ട് ഷുഹു UK ഞാൻ ഇവിടെയും എല്ലാവരും വരുന്നു, എനിക്ക് സ്വർണ്ണം തരുന്നു, മിഠായി തരുന്നു. അപ്പാർട്ട് ഫ്രം ആ ഹാപ്പിനെസ്സിന് പകരം ഷുഹു ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്, അതിന് പെട്ടെന്ന് ഷുഹു ഭയങ്കര ഐ സോ പ്രൗഡ്. കാരണം ഈ ഒരു മൊമെന്റ് ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചു. മീൻസ് ആഫ്റ്റർ മൈ ഓൾ വിച്ച് മീ മീറ്റ്. അപ്പോൾ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഡ്രീം കം ട്രൂ മൂമെൻറ്റ്, അതന്നെ മെയിൻലി പറയാനുള്ളത്. സ്ട്രഗിൾസ്, ഹാപ്പിനെസ്. എൻ്റെ ഒപ്പിമ്മയാണെങ്കിലും ഷുഹുവിൻ്റെ ഒപ്പിമ്മയാണെങ്കിലും കൈ കൊടുക്കണു, സംസാരിക്കണു. ഞങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചിരുമ്പോൾ ഷുഹുവിൻ്റെ മുഖം കണ്ടാലും നമുക്ക് മനസ്സിലാവും, എൻ്റെ മുഖം കണ്ടാലും മനസ്സിലാവും ഞങ്ങൾ എത്ര ഹാപ്പിയാണ്. ഇപ്പോൾ ഈ 8 ഇയർ എന്ന് പറയുമ്പോൾ മൊത്തം ഹാപ്പിനെസ് ആണല്ലോ. ത്രൂ എല്ലാ സ്ട്രഗിളിലൂടെ ഞങ്ങൾ പോയി ലാസ്റ്റാണത് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഷുഹു തന്നൊരു പ്രോമിസ് ഇപ്പോഴും ബ്രേക്ക് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പാനും ഉമ്മാനും വിഷമിപ്പിച്ചിട്ടല്ല ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. എല്ലാ ലവ് മാരേജസിലും എല്ലാ പാരൻസിനും സങ്കടം ഉണ്ടാവും. ഇപ്പോൾ ഷൂവിൻ്റെ സൈഡിലാണെങ്കിൽ പോലും ബാബാക്കും ഉമ്മാക്കാണെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആണെങ്കിലും ഞങ്ങൾ കല്യാണം കഴിച്ചതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ സങ്കടമോ ഒന്നും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ആ പ്രോമിസ് ഷുഹനിക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നിട്ടുണ്ട്. ഇപ്പോഴും അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ what we can say entering to a heaven. Like I'm so proud and so happy because I have loved her, that lady only I am married, so obviously I'm so happy for her. सब कुछ इतना आसान कैसे है तेरे साथ, सब कुछ इतना आसान कैसे है तू भी मेरे जैसा पागल नादान कैसे है तू हवा जैसे घुल जाता है मुझ में, मुझे अपना घर मिल जाता है तुझ में. ജിൻസിയ ആളെ കാണുമ്പോൾ ജസ്റ്റ് ആറ്റിറ്റ്യൂഡും മാതിരിയുള്ള ഒരു ഗേളാണ്, ബട്ട് പാവം, ക്യൂട്ട്. എൻ്റെ ഒരു ലൈഫിൽ ആൾക്ക് എൻ്റെ ഒരു ലെവലിലുള്ള ആ ഒരു തന്നെയാണ് ആളുടെ വേ ഓഫ് ബിഹേവിയർ. എൻ്റെ എല്ലാ സ്വഭാവവും മീൻസ് ഞാൻ അറഗൻ്റാണ്, ദേഷ്യപ്പെടും, കുട്ടിത്തം, ഭയങ്കര പൊസസീവാണ്, ചെറിയ കിഡിഷാണ്. എൻ്റെ എല്ലാ സ്വഭാവത്തിനും ഹി വിൽ ലൈക്ക്. കാരണം ഞാൻ എങ്ങനെ ചെയ്യുന്നത് അതേമാതിരി അവൾ ചെയ്യുക, ഞാൻ ചൂടാണ് അതേമാതിരി അവൾ ചൂടാവും. അപ്പം എൻ്റെ പാരൻസ് വരെ നോ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഷൂ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, എന്നെ പാമ്പർ ചെയ്യും നന്നായിട്ട്. ഫസ്റ്റ് ടൈം അതൊരു വലിയ സ്റ്റോറിയാണ്. ഫസ്റ്റ് ടൈം പറയുകയാണെങ്കിൽ നമ്മളൊരു 2 ഇയറിന് ശേഷം 2 ഇയറിന് ശേഷമാണ് നമ്മൾ കാണുന്നത്, ഫേസ് ടു ഫേസ് കാണുന്നത്. അപ്പൊ താത്തന്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അതിനെ ഫസ്റ്റ് കാണാൻ പോയപ്പോ ഇവളല്ല കാണുന്നത്, അതാണ് ഹൈലൈറ്റ്. ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ താത്താരനെ കണ്ടു, എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ആ 2 കൊല്ലത്തിന് ശേഷം കാണല്ലേ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ ക്രോപ്പ് ഇങ്ങനെ താടിയൊക്കെ വെച്ച് പുളുകാൻ താടി, ഇങ്ങനെ താടിയൊക്കെ വെച്ച് ഷൂസൊക്കെ ഇട്ട് ബുള്ളറ്റിലാണ് വന്ന്, അങ്ങനെ ബുള്ളറ്റിൽ വന്നിക്കായിരുന്നു. എന്നിട്ട് ബാൽക്കണിയിൽ നിന്ന് താത്താനെ ഇങ്ങനെ നോക്കിയിട്ട് പോയി. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പുലി വന്നു. എനിക്കല്ല, ഞാൻ മെസ്സേജ് അയച്ചു ഷുഹുവിന്. മീൻസ് എന്താ എന്നെ നോക്കാറുണ്ട്, എന്നെ കാണാനല്ലോ. എനിക്ക് ടെൻഷനായി, കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടാനിട്ടാണോ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നൂലേ. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, താത്താരനെ കണ്ടു, ഞാൻ ആക്കി പോയി. ഞാൻ മെസ്സേജ് അയച്ചു, പിന്നെ വിളിച്ചു. അവർ പറഞ്ഞു എന്താ ഒന്നും കൂടി വരുമോ, എനിക്കൊന്ന് കാണണം പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി വന്നു, ഞങ്ങൾ സംസാരിച്ചു. അതാണ് ഞങ്ങൾ ഫസ്റ്റ് ഫേസ് ടു ഫേസ് സംസാരിച്ചു. कैसे कैसे तू
ऐसा कैसे है, कैसे है, कैसे ഇതിൻ്റെ ഒപ്പം ഒരു 2-3-4 വട്ടം ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിട്ടുള്ളൂ. ഈ 8 years റിലേഷൻഷിപ്പിൽ ഒരു 5-6 വട്ടം പോയിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു 6 വട്ടം 7 വട്ടം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. कहीं भी मैं जाऊं दिखे मुझे तू ही जैसे हुई रोके. തലേ ദിവസം ഡാൻസ് കളിക്കാൻ അറിയാത്ത ഞാൻ അവിടെ പോയിട്ട് ഡാൻസ് കളിച്ച് ഞാൻ ദാറ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. ഷുഹു എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കളിക്കും ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം കുറച്ച് ഒരു ഒതുങ്ങിയ സ്പേസിൽ കളിക്കും. പക്ഷെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇത്രയും അടിപൊളിയായി കളിക്കുന്നു അല്ലല്ല നൈസ്. എന്നിങ്ങാട്ടിൽ നന്നായി കളിച്ചിരുന്നു ഷുവ ഡാൻസ്. जाने दे गम को जाने दे भूल हुई भूल जा दिल को थाम ले. അതും നല്ലൊരു മെമ്മറി ആയിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ പോണതും എന്റെ വീട്ടുകാർക്കും ഷൂവിന്റെ വീട്ടുകാർക്കും അറിയില്ല. ഞങ്ങള് നേരെ പോണു പെരുന്തൽമണ്ണക്ക് ഡ്രസ് എടുക്കാൻ പോണു. ഒരു ദിവസമില്ല 4 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ അത് ജസ്റ്റ് ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും അതെ സ്റ്റേജ് കളിക്കുമ്പോൾ ഞങ്ങളായിട്ടാ കളിച്ചത്. ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ടോ എന്നൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളുടെ മൊമെന്റ് ആണ് എന്നുള്ള രീതിക്ക് ഒരു മെമ്മറീസ് പറയും. പിന്നീട് ആ ഫോട്ടോസോ വീഡിയോസോ കാണുമ്പോൾ നമുക്ക് തോന്നാം ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മൂമെന്റ് ഉണ്ടാവുന്നു വിചാരിച്ചിട്ടില്ല. എന്തോ അവൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ്. എനിക്കൊരിക്കലും ഒരു ന്യൂ ഫാമിലി ഒരു അറിയാത്ത വീട്ടിലേക്ക് കയറിച്ചില്ല അങ്ങനെ ഒരു ഫീലിങ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നിക്കാഹ് കഴിഞ്ഞിട്ടൊരു 1 year ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ അമ്മയും ബാബയും എല്ലാവരാണെങ്കിലും എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ഞാൻ നിന്നിരുന്നത് അതേപോലെ എനിക്ക് ഇവിടെ നിൽക്കാനൊരു ഇതുണ്ട്. അല്ലാണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടും ഇവിടെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും അങ്ങനെയല്ല. ഞാൻ എങ്ങനെയാണോ അവിടെ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. आदत है छूटे ना भागे मन वही उसकी दिशा में माने ना लगे नहीं मन क्यों बढ़ते गए फासले कैसे मैं कहूँ पहुँच दूँ सूखे जो आंसू तेरे जाने दे गम को जाने दे. അറബിക് നൈറ്റ് ഫസ്റ്റ് അറബിക് നൈറ്റ് അത് ആക്ച്വലി എൻ്റെ മെഹന്തിയുടെ ആയിരുന്നു. അത് അന്ന് പെട്ടെന്ന് ഷുഹുവിൻ്റെ അമ്മ വിളിച്ച് എന്നോട് പറഞ്ഞു വരാൻ പറ്റുമോ ചോദിച്ചു. قولوا لي واش جرالو البارح كان يبغيني واليوم تغير حاله كان ديما فيا يسول وغيابه عليا طول لازم شي حد في باله والله حالي مدعاول ومال حبيبي مالو قولوا لي واش جرالو البارح كان يبغيني واليوم تغير حاله. അത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പം ഇങ്ങനെ വരണം എന്ന് റിനുവിൻ്റെ ഇത് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വരാം ഓക്കെ പറഞ്ഞിട്ട് അവൾ മെഹന്തി ഇടുന്ന സമയമായിരുന്നു. എങ്കിൽ കൂടി വരാമെന്ന് പറഞ്ഞ് വന്നു. എല്ലാരും ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചത്. എല്ലാവരും കൂട്ടിയിട്ട് ഫ്രണ്ട്സും എല്ലാവരും കൊലീഗ്സും എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചത്. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും അവിടെ തിരക്ക്. അപ്പോൾ ആരും വന്നിട്ട് നമുക്കും അറിയില്ല. കാണുമ്പോൾ ആള് വന്ന് ഫോട്ടോ എടുക്കാം. അന്ന് ആ ഒരു മൊമെന്റ് നല്ലൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ് നമ്മുടെ ലൈഫിൽ.
റിസപ്ഷൻ പ്ലാൻസ് അത് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ ആദ്യത്തെ ഒരു വലിയ പരിപാടിയാണ് സംഭവം. ആൾക്കാരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു ആ റിസപ്ഷൻ. കാരണം കുറേ പേര് എന്നെപ്പം പഠിച്ച സൗദിയിൽ പഠിച്ച ആൾക്കാരും ഇവിടുന്ന് കുറേ പേര് പഠിച്ച ആൾക്കാർ, ചെറുപ്പത്തിലുണ്ടായിരുന്ന ആൾക്കാർ, കൊലീഗ്സ് ആണെങ്കിലും ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും വന്നു. അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം എല്ലാവരും വന്നു, വിളിച്ചെല്ലാവരും വന്നു. റിൻസിനോട് പറയാനുള്ളത്, നമ്മൾ ഇനി ഇതുവരെ ഒരു ഫ്രണ്ട്സായിട്ട് അവർ കഴിഞ്ഞിരുന്നത്, ഇനി അതല്ല. ഇനിയിപ്പോൾ അവർ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ആ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക. അത് ജീവിതത്തിൽ വലിയൊരു പാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് ജീവിച്ചാൽ മുന്നോട്ട്, അപ്പോഴേ നമുക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഞാൻ ഭർത്താവ് നീ ഭാര്യയല്ലേ എന്നുള്ള ആ ഒരു ഇത് കൊടുക്കാതെ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അത് സങ്കടമാണെങ്കിലും രണ്ടുപേരും സങ്കടത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. പരിപാടി പെട്ടെന്ന് ദിവസം പോയ പോലെ, അതൊന്നും കൂടി കിട്ടിയ അത്രയും അടിപൊളി. ഫൈനലി ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ളൊരു कब ये हुआ मेरा नसीब के आओगे तुम मेरे करीब, इजाजत तेरी जो मिले मैं हो जाऊंगा बस तेरा, हिफाजत तेरी मैं करूं, इनायत तेरी हो
सदा आंखें बंद करते ही जो ഇപ്പം ഈ 8 ഇയേഴ്സിൽ എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ആഫ്റ്റർ മാരേജ് ലൈഫിനെ കുറിച്ച് സംസാരിച്ച് എങ്ങനെ വേണം എന്തൊക്കെ ചെയ്യണം ഒക്കെ സംസാരിച്ച പോലെ മീൻസ് ഇന്ന് എങ്ങനെയാണോ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയായിരുന്നു അതേപോലെ പാമ്പർ ചെയ്തിട്ട് തന്നെ കല്യാണം കഴിഞ്ഞാലും നോക്കണം. ഞാൻ ഷൂവിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യും, മാറും, മെച്യൂരിറ്റി ഒക്കെ വെക്കും, പക്ഷെ എന്നാലും പാമ്പർ ചെയ്യുന്നത് നിർത്തരുത്. അതാ കല്യാണം കഴിഞ്ഞ് വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോകാതിരിക്കുക, മേടിച്ചു തരാതിരിക്കുക, അങ്ങനൊന്നും ചെയ്യാതിരിക്കുക. എങ്ങനെയായിരുന്നു മുമ്പ് അതേപോലെ തന്നെ മതി. താത്ത ഒന്നും വിചാരിച്ചാൽ ഞങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുണ്ട്, താത്താനെ മാത്രം കെയർ ചെയ്യരുത്. ഞങ്ങളും താത്താൻ്റെ സിബ്ലിങ്സ് അല്ലേ, അപ്പോൾ അതിനുള്ളൊരിത് ശരിയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നിന്നു, അപ്പം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതൊക്കെ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാണ്.